അപ്പൊ ഈ ഒരു കേസിൽ അവർക്ക് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ലാണ്ടാവുന്നതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതെ, ഒരു ചെറിയ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഡെവലപ്മെന്റ് ടീമിനെ അപ്ഡേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യം വരികയാണ്. അപ്പൊ അതുകൊണ്ട് അത് മാക്സിമം കുറയ്ക്കാം. പക്ഷെ അപ്പൊ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളെല്ലാരും ചിന്തിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയാ ഒരു ടെക്കി ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ നിർബന്ധമില്ല. കാരണം ഇപ്പൊ ഒരു വെബ്സൈറ്റ് ഡെവലപ്മെന്റ് കഴിയുന്നു, അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ആക്കിയതിന് ശേഷം അഡ്മിൻ സൈഡിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് വേർഡ് എക്സലൊക്കെ എങ്ങനെയാണോ മാനേജ് ചെയ്യുന്നത് അതേ ഒരു ലാഘവത്തോടെ, ഒരുപക്ഷെ അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കിത് മാനേജ് ചെയ്യണം. ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു പേജ്, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ നമുക്കൊരു കണ്ടന്റ് മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു മെനു ഐറ്റം കൊണ്ടുവരണം, എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊരിക്കലും ഒരു ടെക്നിക്കൽ നോളജ് ഇല്ലാതെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഡെവലപ്മെന്റ് പോകേണ്ടത്. അതിനകത്ത് നമ്മൾ ഒരു ടെക്നിക്കൽ ടേം തന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു HTML എലമെന്റ് കൊണ്ടുവരാം, ഇതൊന്നും നമ്മൾ അതറിയണം നിർബന്ധമൊന്നുമില്ല. ഒട്ടും തന്നെ അറിവില്ലാത്ത ഒരാൾക്ക് പോലും അത് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ഒരാൾക്ക് പോലും അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം